ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ശനി മാറ്റം മൂലം, അതായത് ഈ 2025 മാർച്ച് 29 ശനി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ശനി മാറ്റം മൂലം ഉള്ള ഗുണദോഷം, അതായത് എല്ലാ നാളുകാർക്കും എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുന്നുവെന്നും ദോഷങ്ങൾ ഉണ്ടാകുന്നുവെന്നും ഒക്കെയാണ് ആ ശനിമാറ്റ ഫലമായിട്ടുണ്ടാകുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ നാളുകാരും, അതായത് ഈ 2.5 വർഷം കൂടിയിരിക്കുമ്പോഴാണ് ശനി മാറുന്നത്. അപ്പോൾ 2.5 വർഷത്തിൽ, അതായത് കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്കാണ് ശനിയുടെ മാറ്റം എന്ന് പറയുന്നത്. ശനി എന്ന് പറയുന്നത് ഒരു നല്ല ഗ്രഹം തന്നെയാണ്. അതായത് ശനി മാറ്റം മൂലം മിക്ക നാടുകാർക്കും ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും അതുപോലെ വീട് അതുപോലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ശനിയിലൂടെയാണ്. അപ്പോൾ ആരും ശനിയെ ഭയക്കേണ്ട കാര്യമില്ല. അപ്പോൾ ചിലപ്പോൾ ഓരോ ഭാവത്തിൽ നിൽക്കുന്ന മൂലം എന്തെങ്കിലുമൊക്കെ ചെറിയ കുഴപ്പങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ പോലും നമുക്ക് പരിഹാരങ്ങളിലൂടെ അത് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ദോഷങ്ങളെന്നും ഗുണങ്ങളെന്നും ദോഷങ്ങളെന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പം ശനി മാറ്റം മൂലം ആദ്യം തന്നെ നമുക്ക് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്, അതായത് ഇത് മേടക്കൂറുകാരാണ്. അപ്പം മേടക്കൂറുകാർക്ക് എങ്ങനെയെന്ന് നോക്കാം. ഇവർക്ക് ശനി 12ാം ഭാവത്തിലേക്കാണ് ശനി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 12ാം ഭാവം എന്ന് പറയുന്നത് അത്ര കണ്ട് നല്ല ഒരു ബെറ്റർ അല്ല. അപ്പോൾ ശനീശ്വരൻ 12ാം ഭാവത്തിൽ വരുന്നത് മൂലം ഇവർക്ക് അല്പസ്വല്പം കഷ്ടതകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് 7.5 ശനിയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശനി നീചഭാവത്തിലാണെന്ന് തന്നെ പറയാം. അതുപോലെ തൊഴിൽ സ്ഥലത്തൊക്കെ നമുക്ക് തൊഴിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നഷ്ടപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ടെൻഷൻസൊക്കെ തൊഴിൽ സ്ഥലത്ത് നമ്മൾ തെറ്റ് ചെയ്താതെ തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മളെ തെറ്റുകാരായിട്ട് നമ്മുടെ ബോസ്, അതായത് നമ്മുടെ മേലധികാരികളൊക്കെ ചിലപ്പോൾ പറഞ്ഞെന്നൊക്കെ ഇരിക്കും. നമ്മൾ ഓടിച്ചാടിപ്പോയി നമ്മുടെ ജോലിയൊന്നും റിസൈൻ ചെയ്തൊന്നും കളയരുത്. കാര്യം പിടിച്ചു നിൽക്കാൻ നോക്കണം. ഇപ്പോൾ അതായത് നമ്മൾ തെറ്റ് ചെയ്യാതെ പല അപവാദങ്ങളൊക്കെ കേൾക്കാൻ നമുക്ക് സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ധനകാര്യങ്ങൾ, അതായത് ധനം വ്യയം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ നിങ്ങൾ ഇതിൻ്റെ പരിഹാരാർത്ഥം ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ നിങ്ങൾ ഒരു ദിവസം ശനിയാഴ്ച വ്രതം എടുക്കാൻ നോക്കുക. അപ്പോൾ അതിലൂടെ ശനിയാഴ്ച വ്രതം എടുക്കുന്നതിലൂടെ നമുക്ക് ആ ദോഷം മാറിക്കിട്ടും. അതല്ല നിങ്ങൾക്കടുത്ത് ശിവക്ഷേത്രമോ അയ്യപ്പ ക്ഷേത്രമോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോവുക, നീരാഞ്ജനം നടത്തുക. നോക്കുന്നവർ അത് ചെയ്യുക. അതല്ലെങ്കിൽ ശനിയാഴ്ച വ്രതം മസ്റ്റായിട്ടും എടുത്താൽ മതി. ശനിയാഴ്ച വ്രതം എടുക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാമല്ലോ. രാവിലെ, അതായത് വെള്ളിയാഴ്ച ദിവസമേ വ്രതമായിട്ട് നോക്കുക. അതായത് വെജ് മാത്രം കഴിക്കുക, നോൺ വെജ് യൂസ് ചെയ്യാതിരിക്കുക. രാവിലെ എഴുന്നേറ്റ് വെള്ളിയാഴ്ച കുളിച്ച് അതിനുശേഷമേ ഫുഡ് കഴിക്കാവൂ. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം അതുപോലെ വലിയ കഠിന വ്രതമൊന്നുമല്ല. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ച് ശനീശ്വരനെ, അതായത് മഹാദേവനെയും അയ്യപ്പനെയും അതുപോലെ നന്നായിട്ട് പ്രാർത്ഥിച്ച് അതല്ല അടുത്ത ക്ഷേത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഗോതമ്പ് അതുപോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം കഴിച്ചിട്ടാണ് അത് പ്രശ്നമില്ല. ഉച്ചയ്ക്ക് ഒരു നേരം അരിയാഹാരം കഴിക്കാവുന്നതാണ്. വൈകിട്ട് അതുപോലെ ഗോതമ്പിൻ്റെയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. അതുപോലെ വൈകിട്ടും നമുക്ക് അത് നോക്കുന്നവർ വൈകുന്നേരങ്ങളിലും ശിവക്ഷേത്രത്തിൽ പോകാൻ ശ്രദ്ധിക്കുക. അതായത് അവിടെ പോയി ശനി ഭഗവാൻ, അതായത് പ്രത്യേക പൂജ നടത്തുക. അതായത് ശിവഭഗവാൻ പിൻവിളക്ക് ജലധാര ഒക്കെ നടത്തുന്നത് ഈ ഒരു ദോഷം പെട്ടെന്ന് തന്നെ നമ്മളിൽ നിന്ന് മാറാൻ സഹായിക്കുന്നതായിരിക്കും. എന്നാലും നമ്മൾ കാര്യങ്ങളൊക്കെ ഇപ്പം ധനപരമായ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ചെയ്യാൻ നോക്കുക. ഇനി ഇടവൻ രാശിക്കാരെന്ന് പറയുന്നത് കാർത്തികയുടെ മുക്കാല്, രോഹിണി മകയിരം നക്ഷത്രമാണ്. അതായത് മകയിരത്തിൻ്റെ അരഭാഗം. അപ്പോൾ ഇതാണ് ഇടവൻ രാശി എന്ന് പറയുന്നത്. ഇവർക്ക് ശനിമാറ്റം 11ാം ഭാവത്തിലോട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഏറ്റവും നല്ലൊരു ഭാവമാണ് 11ാം ഭാവം എന്ന് പറയുന്നത്. അതായത് എല്ലാ തരത്തിലും ഇവർക്ക് ഐശ്വര്യമാണ് ഫലം. അതായത് നമ്മൾ എന്ത് തന്നെ ബിസിനസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ ഈ സമയം ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്തേക്ക്. ഇവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ശനി ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉണ്ടാകുന്നതായിരിക്കും. അതിനൊക്കെ പറ്റിയ സമയമാണ്.
അടുത്തതെന്ന് പറയുന്നത് മിഥുനക്കൂറുകാരാണ്. മിഥുനക്കൂറുകാരെന്ന് പറയുന്നത് മകയിരത്തിൻ്റെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ മുക്കാൽ, ഇത് ചേർന്നതാണ് മിഥുനക്കൂറെന്ന് പറയുന്നത്. മിഥുനക്കൂറുകാർക്ക് ശനി 10ാം ഭാവത്തിലോട്ടാണ് വരുന്നത്. 10ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മഭാവമാണ്. കർമ്മം മീൻസ് തൊഴിൽ സ്ഥാനമാണ്. അപ്പം തൊഴിലിൽ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. തൊഴിൽ സ്ഥലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രുദോഷങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ മൂലം അപമാനങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തൊഴിൽ സ്ഥലത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകളായിട്ട് ഇടപെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ അത് ശമ്പളങ്ങൾ, അത് നമുക്ക് സാലറിയൊക്കെ ചിലപ്പോൾ നല്ല സാലറിയൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് കമ്പനി സാലറി കൊടുക്കാതിരിക്കാനോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പം മൊത്തത്തിലൊന്ന് നമ്മൾ ശ്രദ്ധിക്കുക. മിഥുനക്കൂറുകാർ കണ്ടക ശനിയാണ്, ആ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവർ ശനീശ്വരനെ നന്നായി പ്രീതിപ്പെടുത്തുക. ശനിയാഴ്ച വ്രതം എടുക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് ശനിയാഴ്ച വ്രതം എങ്ങനെ എടുക്കണമെന്ന്. അപ്പോൾ അതുപോലെ നിങ്ങൾ ശനിയാഴ്ച വ്രതം എടുത്താൽ മതി. അയ്യപ്പനെയും മഹാദേവനെയും നന്നായി പ്രാർത്ഥിക്കുക. ഓം നമഃശിവായ 108 വട്ടം രാവിലെയും 108 വട്ടം വൈകുന്നേരവും ജപിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ശനീശ്വര മന്ത്രം, ഓം ശനീശ്വരായ നമ, ഓം ശനീശ്വരായ നമ, വലിയ മന്ത്രങ്ങളൊന്നും ജപിക്കേണ്ട, ഇത് മാത്രം ജപിച്ചാൽ മതി. ശനീശ്വരായ നമ എന്ന മന്ത്രം ഒരു 19 പ്രാവശ്യം ശനിയാഴ്ച നമ്മൾ വ്രതം എടുക്കുന്നതിൻ്റെ അന്ന് ജപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മിഥുനക്കൂറുകാർക്ക് എല്ലാ ദോഷങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ മാറി ഐശ്വര്യങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ കർക്കിടകക്കൂറുകാരുടെ കാര്യമാണ് അടുത്തത് പറയുന്നത്. കർക്കിടകക്കൂറെന്ന് പറയുന്നത് പുണർദത്തിൻ്റെ കാലം പൂയം ആയില്യം ചേരുന്നതാണ് കർക്കിടകക്കൂറെന്ന് പറയുന്നത്. ഇത് ഇവർക്ക് ശനി 9ാം ഭാവത്തിലോട്ടാണ് മാറിയിരിക്കുന്നത്. അതായത് ഇവർക്ക് വളരെയധികം അനുകൂല സമയമാണ്. അതായത് ഇത്രയും നാൾ അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന സകല കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ മാറി അവർക്ക് ശനി ഭഗവാന്റെ ഒരു അനുഗ്രഹ വർഷം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് അവർക്ക് അറിവ്, അതായത് ഏത് തരത്തിലായാലും അറിവും വിദ്യാഭ്യാസം, അതായത് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് അറിവ് വർദ്ധിക്കാനും, അതുപോലെ അവർ എന്തെങ്കിലും എക്സാമൊക്കെ എഴുതുകയാണെങ്കിൽ അതിൽ നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാനും, അതുപോലെ ഓരോ അഡ്മിഷൻ BBSനൊക്കെ അഡ്മിഷനൊക്കെ കിട്ടാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നീറ്റ് എക്സാമൊക്കെ എഴുതിയിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകണമല്ലോ, അപ്പോൾ നീറ്റ് എക്സാമൊക്കെ അവർക്ക് വളരെ എന്ന് വെച്ചാൽ ആൻസേഴ്സൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റും. കാര്യം ഇവർക്ക് ബുദ്ധിപരമായിട്ട് നല്ല ഉയർച്ചയുണ്ടാകും. അതുപോലെ ശിവക്ഷേത്രത്തിൽ നമുക്ക് നല്ല സമയമാണെന്ന് കഴിഞ്ഞാൽ അമ്പലങ്ങളിലൊന്നും പോകാൻ മുടക്കം വരുത്തരുത്. ശിവഭഗവാനെ മുറുകെ പിടിക്കുക. ഭഗവാന് ഒക്കുമെങ്കിൽ എല്ലാ ആഴ്ചയും പോവുക. ഭഗവാന് ജലധാര നടത്തുക, കൂളത്തുമാല മേടിച്ചു കൊടുക്കുക, ഇതൊക്കെ ചെയ്യുക. എന്നിട്ട് ഭഗവാൻ ഒരു അർച്ചന നടത്തുന്നത് ഉത്തമമായിരിക്കും. അടുത്തത് നമ്മൾ ചിങ്ങക്കൂറിൻ്റെയാണ് പറയുന്നത്. ചിങ്ങക്കൂറുകാർക്ക് ശനി അഷ്ടമത്തിലോട്ടാണ് വന്നിരിക്കുന്നത്. അഷ്ടമത്തിലെ ശനി എന്ന് പറയുന്നത് രോഗദുരിതങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. അതായത് നമുക്ക് അസുഖങ്ങളില്ലെങ്കിൽ പോലും നമുക്ക് എപ്പോഴും അസുഖമാണ് എന്നൊരു ഒരു തോന്നൽ നമുക്കെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അസുഖങ്ങളില്ല എന്നല്ല, അസുഖങ്ങൾ ചിലപ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാവും. അതായത് രോഗദുരിതമാണ് ഈ ഒരു ഭാവത്തിൽ ശനി വന്നാൽ നമുക്ക് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് കാലിനും കൈക്കും ഒക്കെ ആയിരിക്കും. കാലിൽ അതുപോലെ നരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ ഉപ്പൂറ്റിയിലൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത് തരിപ്പ്, അങ്ങനെയൊക്കെ അതൊക്കെ ഇതിൻ്റെ ഫലമായിട്ടുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ഡോക്ടേഴ്സിനെ കാണണം. അതോടൊപ്പം തന്നെ നമ്മൾ ഓം നമഃശിവായ മന്ത്രവും ജപിക്കുക. നമുക്ക് ടെൻഷൻസൊക്കെ കൂടുതലുണ്ടായിരിക്കുന്ന സമയമാണ്. ടെൻഷൻസ് ഒന്നും അടിക്കേണ്ട. അതുപോലെ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ പ്രശ്നങ്ങളും മാറുന്നതായിരിക്കും. കന്നിക്കൂറുകാർക്ക്, അതായത് കന്നിക്കൂറ് ആർക്ക് 7ാം ഭാവത്തിലോട്ടാണ് ശനി വന്നിരിക്കുന്നത്. അവർക്കെന്ന് പറയുന്നത് കണ്ടക ശനിയാണ് വരുന്നത്. അപ്പോൾ 7ാം ഭാവം എന്ന് പറയുന്നത് ഭർത്താവ്, 7ാം ഇടം എന്ന് പറയുന്നത് ഭർത്താവിനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഭർത്താവിന് എന്തെങ്കിലും ഒക്കെ അസുഖങ്ങളോ കാര്യങ്ങളോ രോഗദുരിതങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭാര്യമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഭർത്താവായിട്ട് വഴക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതും ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം നമുക്കിപ്പോൾ ശനിദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവതും നമ്മളായിട്ട് തന്നെ ഒന്ന് ഒതുങ്ങി ഭഗവാനെ പ്രാർത്ഥിച്ച് നന്നായിട്ടിരിക്കുക. സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ എല്ലാ ദോഷങ്ങളും മാറി പോകുന്നതായിരിക്കും. അപ്പോൾ ഈ നക്ഷത്രക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ തുലാം ചിത്തിര ചോതി, അതാണ് അടുത്ത കൂറുകാരെന്ന് പറയുന്നത്. തുലാം ചിത്തിര ചോതിയാണ്. ഇവർ
6-ാം ഭാവത്തിലോട്ടാണ് ശനി വരുന്നത്. ശത്രുദോഷം ഇവർക്ക് വളരെയധികം കൂടുതലായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ആ ശത്രുദോഷം, അത് 6-ാം ഭാവം എന്ന് പറയുന്നത് വളരെ കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ശത്രുക്കൾ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും ഇതിലൂടെ നമുക്ക് ഈ ശനി ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് ശനി കാണിച്ചു തരും നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ ആരാണ് എന്ന് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വലയുന്നവർക്ക് ഈ ഒരു സമയത്തിൽ ശനി ഭഗവാന്റെ അനുഗ്രഹത്താൽ ശത്രുദോഷമൊക്കെ കിട്ടുന്നതായിരിക്കും. അതുപോലെ സാമ്പത്തിക കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കണം. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് വൃശ്ചികക്കൂറുകാർക്ക്, അതായത് അനിഴം, തൃക്കേട്ട, വിശാഖം നക്ഷത്രക്കാർക്ക് ശനി മാറ്റം, അതായത് ശനി 5-ാം ഭാവത്തിലോട്ടാണ് മാറുന്നത്. 5-ാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യഭാവമാണ്. അവർക്ക് എന്ത് കാര്യങ്ങൾ വിചാരിച്ചാലും അത് ഉടനടി നടക്കുന്നതായിരിക്കും. അവരുടെ കുട്ടികൾക്കാണെങ്കിലും സർവ്വ ഐശ്വര്യമാണ് ഫലമായിട്ട് വരിക. അടുത്ത രാശി എന്ന് പറയുന്നത് ധനുരാശിക്കാർ. ധനുരാശി എന്ന് പറയുന്നത് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാലാണ്. അപ്പോൾ ഈ രാശിക്കാർക്ക് 4-ാം ഭാവത്തിലോട്ടാണ് ശനി വരുന്നത്. 4-ാം ഭാവം എന്ന് പറയുന്നത് ശനിയുടെ കുടുംബ സ്ഥാനമാണ്. അപ്പോൾ ശനി കണ്ടക ശനിയായിട്ടാണ് മാറുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടക ശനി ആണെന്ന് കരുതി വളരെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കുക. അതുപോലെ ജോലിയിൽ സ്വല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ജോലിയിൽ ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ നമ്മളായിട്ടുണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. സമയം അല്പം മോശമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സംസാരത്തിന് പോവാതിരിക്കുക, ഒതുങ്ങിക്കൂടാൻ നോക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്തത് മകരക്കൂറുകാർക്ക്. അതായത് മകരക്കൂറ് എന്ന് പറയുന്നത് ഉത്രാടം, മുക്കാൽ, തിരുവോണാവട്ടമാണ്. അപ്പോൾ ഇവർക്ക് 3-ാം ഭാവത്തിലോട്ടാണ് ശനി മാറുന്നത്. ഇവർക്ക് 7-ര ശനിയായിരുന്നു. അപ്പോൾ 7-ര ശനിയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഇവർ 3-ലോട്ടാണ് ശനി മാറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ശനി 3-ലോട്ട് വന്നിരിക്കുന്നത്. 3-ലെ ശനി എന്ന് പറയുന്നത് മുടിവെച്ച് വാഴൂ എന്നൊക്കെയാണ് പറയുന്നത്. ഇവർക്ക് ഈ സമയത്ത് വളരെയധികം തൻ്റെയിടവും ധൈര്യമൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ അതുമൂലം തന്നെ ഇവർക്ക് ജോലി ഭാഗ്യമോ അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ ഉയർച്ചയോ ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ കാലയളവ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാൻ നോക്കുക. അതോടൊപ്പം തന്നെ ശിവാരാധനയും അയ്യപ്പ ഭജനവും നമ്മൾ മുടക്കരുത്. എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കുംഭം രാശിയിൽപ്പെട്ട അവിട്ടത്തിൻ്റെ അരയും ചതയവും പൂരുരുട്ടാതിയുടെ 1/4 ഭാഗം ആണ്. കുംഭം രാശിയിലെക്കാരുടെ ശനിമാറ്റമാണ് പറയുന്നത്. ഇവർക്ക് 7-ര ശനിയാണ് ആരംഭിച്ചിരിക്കുന്നത്. ശനി 2-ാം ഭാവത്തിലോട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് വിനിയോഗിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതായത് എന്ത് കാര്യം നമ്മൾ സംസാരിച്ചാലും നമ്മൾ അല്പം ആലോചിച്ചതിന് ശേഷം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. എടുത്തു ചാടി ഒന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു വേദിയിലായാലും, അതായത് നമ്മൾ ചിലപ്പോൾ ഒരു മീറ്റിങ്ങിലൊക്കെ നമുക്ക് പ്രസംഗിക്കണമെന്നിരിക്കട്ടെ, അപ്പോൾ അതൊക്കെ നല്ലതായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രമേ അവിടെ സംസാരിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് കയറി പറഞ്ഞാൽ അത് ചിലപ്പോൾ അബദ്ധമായിട്ട് മാറും. അതുപോലെ തന്നെ ഒരു കാര്യത്തിന്, അതുപോലെ വസ്തു മേടിക്കാനും വീട് മേടിക്കാനും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ഇതിൽ വരെ ഒന്നിനും എടുത്ത് ചാടരുത്. എല്ലാം ആലോചിച്ച് നമ്മുടെ കയ്യിൽ അതിനൊക്കെയുള്ള ക്യാഷ് ഉണ്ടോ, അല്ലെങ്കിൽ അതുമൂലം നമുക്ക് പ്രശ്നങ്ങൾ വരുമോ, നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമോ ഒക്കെ ആലോചിച്ചതിന് ശേഷം മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മീനക്കൂറാണ്. മീനക്കൂറെന്ന് പറയുന്നത് മീനക്കൂറുകാരെന്ന് പറയുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്നതാണ് മീനക്കൂറെന്ന് പറയുന്നത്. ഇവർക്ക് ജന്മശനിയാണ്. അപ്പോൾ ജന്മശനി എന്ന് പറയുന്നത് അത് അത്ര നല്ല ഒരു സമയമല്ല. അതായത് ജന്മത്തിൽ ആണ് ശനി വന്നിരിക്കുന്നത്. ഇവരും ശനിയാഴ്ച വ്രതങ്ങളെടുക്കുക, അതുപോലെ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പോവുക, ശബരിമല ദർശനം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അടുത്ത ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ജലധാര നടത്തുക. ഇതൊക്കെ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ഇവർക്ക് എല്ലാ കാര്യത്തിലും ഒരു കൃത്യനിഷ്ഠ ഉറപ്പായിട്ടും വേണം.
കൃത്യനിഷ്ഠയാണ് ഈ സമയത്തിന്. അതായത് ഒരു ന്യായത്തിൻ്റെയും നീതിയുടെയും അധിപനാണ് ശനി. അപ്പോൾ ഏത് കാര്യം ഇവരെ ഏൽപ്പിക്കുന്നുവോ അത് കൃത്യനിഷ്ഠയോടെ ചെയ്തു തീർക്കാൻ നോക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പണി വരുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ശനി മാറ്റം മൂലം ഉള്ള നക്ഷത്രങ്ങളുടെ ഫലങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.